രാജ്യത്ത് E20 പെട്രോൾ പ്രാബല്യത്തിലായതോടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളും വർദ്ധിച്ചിരിക്കുകയാണ്. ദീർഘകാലത്തിനിടെ മാറുന്ന കാർബറേറ്ററും മറ്റും വില കൂടിയ യന്ത്രഭാഗങ്ങളും അടിക്കടി മാറേണ്ട അവസ്ഥയിലാണ് വാഹന ഉടമകൾ. കൂടാതെ ഈ പെട്രോളിൽ ജലത്തിന്റെ അംശവും കൂടുതലാണെന്നാണ് വർക്ക്ഷോപ്പ് ഉടമകൾ തന്നെ പറയുന്നത്. രാജ്യത്ത് E20 പെട്രോൾ അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ പല ന്യായീകരണങ്ങളുമുണ്ട്. മലിനീകരണം കുറയ്ക്കാൻ പറ്റും, വാഹനങ്ങളുടെ മൈലേജ് വർദ്ധിക്കുമെന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. യാഥാർത്ഥ്യം നമുക്ക് ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പ് ഉടമയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ E20 പെട്രോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പല പണികളുമായിട്ടാണ് ആൾക്കാർ ഇപ്പം വരുന്നത്. എങ്ങനെയാണ് ഇപ്പം വണ്ടിക്ക് മെയിൻ്റനൻസ് ജാസ്തിയാണ്. അതായത് പെട്രോൾ സംബന്ധിച്ചിട്ട് സ്റ്റാർട്ടിങ് ട്രബിള്, പിന്നെ പെട്രോള് കാർബറേറ്റർ കംപ്ലൈൻ്റ് ആവുക. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊന്നും ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നമുക്കിപ്പം കിട്ടുന്ന പെട്രോളിൽ ഇങ്ങനെയാണ്, പകുതി വെള്ളവും പകുതി ഇതും. ഇത് പെട്രോളിൽ മിക്സ് ആവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതിൽ ഫുള്ള് ഫംഗസ് വരും, ഇതിൽ ബ്ലോക്കായി പോവുക. ഇതിന് ഫ്യൂൽ കോക്ക് ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ കോക്ക്. ഈ സാധനം നമുക്ക് വലിക്കുമ്പോൾ പെട്രോൾ വരാൻ പാടുള്ളൂ. അപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുക, അതിൽ ഫംഗസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പെട്രോൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ നീഡിൽ കൂടി സ്റ്റക്കായി കഴിഞ്ഞാൽ ഫുള്ള് പെട്രോൾ പുറത്തേക്ക് പോകും. ഫുൾ ടാങ്ക് അടിച്ചാലൊക്കെ പുറത്തേക്ക് പോകും. നമുക്ക് ഓൺ ഓഫ് ഇല്ല ഇതിന്, ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കസ്റ്റമറോട് നമുക്ക് ചീത്ത വയ്ക്കുക. ഒരാൾ പറയും നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് കൊടുത്ത് പിന്നെയും വന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഈ പെട്രോളല്ല എല്ലാവരും അടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളെന്തെങ്കിലും ആൻസർ ചെയ്യുക. പ്രധാനമായിട്ടും വണ്ടിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ട് ഇങ്ങനെ പണി വരുന്നത്? കാർബറേറ്ററിന് ഒരു 3 റുപ്യ 4 റുപ്യോളം വിലയുണ്ട് കാർബറേറ്റർ പോവുക. അപ്പോൾ നമ്മൾ കാർബറേറ്റർ മാറ്റിയിട്ടും കാര്യമില്ല, ഈ പെട്രോളിൻ്റെ അല്ല പിന്നെയും അടിക്കുന്നത്. നേരത്തെ ഒരു കാർബറേറ്ററൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പാർട്സ് മാറിക്കഴിഞ്ഞാൽ എത്രത്തോളം അത് നീണ്ടു നിൽക്കുമായിരുന്നു? ആദ്യം നല്ല ലാസ്റ്റിങ്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോർട്ട്നൈറ്റിൽ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അത് നമുക്ക് ഒരു ഈ പെട്രോൾ E20 വരുന്നതിൻ്റെ മുന്നേ നമ്മൾ കൊല്ലത്തിലൊരു സാധനം മാറ്റില്ല. ഇപ്പോൾ പ്ലഗും ഫിൽറ്ററും മാറ്റുന്നതിൽ എല്ലാ വണ്ടിക്കും നീഡിൽ മാറ്റണം. അപ്പം പോയി പോവുക. ഇതാണ് ഫോർട്ട്നൈറ്റിൽ പറഞ്ഞ സാധനം. ഇതിൽ പകുതി വെള്ളത്തിൻ്റെ ഒരു അംശമാണ് കാണുന്നത്. അപ്പം ദീർഘകാലം ഒതുക്കിയിടുന്ന ഒരു വണ്ടിക്ക് സ്വാഭാവികമായും പണി വരാൻ സാധ്യതയുണ്ട്. എല്ലാ വണ്ടിക്കും ചിലതിൽ വെള്ളത്തിൻ്റെ അംശം കുടുങ്ങിയ പമ്പ് അടിക്കുമ്പോൾ വരുന്നത് കുറേശ്ശെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, കാർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഒരു തോന്നലിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഒരു ശ്രദ്ധയിൽ പെട്ട മാതിരി തോന്നുന്നുണ്ട്. കാറിൽ നമ്മൾ പെട്രോളാണ് പെട്രോൾ ഉപയോഗിക്കുന്നത്. നേരത്തെ കിട്ടിയിരുന്ന മൈലേജ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല, കുറച്ച് കുറവ്. ഞാൻ ടയറൊക്കെ ശരിയാക്കി, അലൈൻമെൻ്റൊക്കെ ക്ലിയർ ആക്കി. അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ചേട്ടാ, ഇപ്പോൾ E20 പെട്രോളാണ് എല്ലായിടത്തും കിട്ടുന്നത്. നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെട്രോൾ അല്ല, അതിൻ്റെ ക്വാളിറ്റി നമുക്കിപ്പോൾ കിട്ടുന്നില്ല. വണ്ടിക്കും പണി കൂടി. മൈലേജ് കഴിഞ്ഞ പോലെ കിട്ടുന്നുണ്ടോ? മൈലേജ് കുറച്ച് ഷോർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ശാസ്ത്രീയ പരിശോധനയൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ലേശം കുറവുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പുതുതായി അവതരിപ്പിച്ച E20 പെട്രോൾ കാരണം വാഹന ഉടമകൾക്ക് അധിക ചിലവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കാനും കൂടുതൽ ചിലവുകൾക്ക് വേണ്ടി കൂടുതൽ പണം കണ്ടെത്തേണ്ട ഗതികേടിലാണ് ഇപ്പോൾ വാഹന ഉടമകൾ. ക്യാമറമാൻ KG ജോൺസണോടൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.